വെൽക്കം ബാക്ക് അറ്റ്ലസ് ബോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ടോപ്പിക് എന്താ വെച്ചാൽ iOS ഇൻസ്റ്റാഗ്രാം നമുക്ക് എങ്ങനെ നമ്മുടെ ആൻഡ്രോയിഡിൽ അത് സെയിം ഫീച്ചേഴ്സ് iOS ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുന്ന സെയിം ഫീച്ചേഴ്സ് എങ്ങനെ നമുക്ക് ആൻഡ്രോയിഡ് ഇൻസ്റ്റാഗ്രാമിൽ വരാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന തേർഡ് പാർട്ടി ആപ്പാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്താൽ മതി, അല്ലാതെ നമ്മൾ ആരെയും പ്രൊവോക്ക് ചെയ്യണില്ല. പിന്നെ അതുമാതിരി നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ അതായത് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലാണെങ്കിൽ ജസ്റ്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യാച്ചെങ്കിൽ നമ്മളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഉടനടി നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എത്തുന്നതാണ്. അതുമാത്രമല്ല ഇന്നത്തെ ഒരു വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് പറഞ്ഞാൽ 1K ലൈക്കാണ് നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ തുറന്നിട്ട് മുന്നേ ലൈക്ക് അടിക്കാതെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാച്ചെങ്കിൽ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവും നമ്മുടെ വീഡിയോസിനൊക്കെ ഇനി വരാനുള്ളത്. പിന്നെ നമ്മൾ പറയാനുള്ളത് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോക്ക് ഒരു പാസ്വേഡ് ഇൻക്ലൂഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നമ്മൾ സ്റ്റെപ്പൊക്കെ ഫോളോ ചെയ്ത് കാണുന്ന ഇടയിൽ ആ പാസ്വേഡ് വരുന്നതാണ്. അല്ലാതെ നിങ്ങൾ ഇനി പാസ്വേഡ് എവിടെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പാസ്വേഡ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ സ്റ്റെപ്പുകളും പിന്നെ ആപ്പ് അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ആപ്പിൻ്റെ പേര് നമുക്ക് നോക്കാച്ചെങ്കിൽ ഇൻസ്റ്റൻറ്റർ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതാണ് നമ്മുടെ ഇൻസ്റ്റൻറ്റർ ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്പ് വെച്ചിട്ടാണ് നമ്മൾ ആ സെയിം ഫീച്ചേഴ്സ് എങ്ങനെ നമുക്ക് കൊണ്ടുവരാം. അതിൽ ഫീച്ചേഴ്സുള്ള എന്തൊക്കെയാ വെച്ചാൽ iOS ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് റീമെൻഷൻ ചെയ്യുമ്പോൾ ടൈമർ കിട്ടുന്നൊരു ഫീച്ചറുണ്ട്. പിന്നെ ഇമോജി ഫോണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഹിഡൻ മെൻഷൻ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ് ചെയ്തുതരാം, അല്ലെങ്കിൽ ജസ്റ്റ് പറയില്ല വീഡിയോയുടെ കേട്ടോ. ഫസ്റ്റ് നമുക്ക് ആപ്പ് ഒന്ന് ആദ്യം ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റിൻ്റെ ഓപ്ഷൻ വിചാരിച്ച് നിങ്ങൾ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അതിനുശേഷം നമ്മൾ ഈ ഒരു അക്കൗണ്ട് ഞാനിപ്പോൾ വെറുതെ ആഡ് ആക്കിയിട്ടൊരു അക്കൗണ്ടാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ഏതാச்சுം നിങ്ങൾക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ അത് ഫസ്റ്റ് ഫേക്ക് അക്കൗണ്ടാണോ എന്താണ് ലോഗിൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ജസ്റ്റ് ലോഗിൻ ചെയ്തിടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്കാണ് നമ്മുടെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമൊക്കെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ കുറേ ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് നമുക്കിതിൽ സ്റ്റോറി ഇടുമ്പോൾ ഇങ്ങനെ iOS ഫോണ്ട് അങ്ങനെ കിട്ടാൻ നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഒരു സ്റ്റോറി ടൈപ്പിലെത്തിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് റൈറ്റ് ചെയ്ത് നോക്കുക ഏതൊക്കെ ഫീച്ചേഴ്സ് ഏതൊക്കെ ഫോണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് തന്നെ നമ്മുടെ ചാനലിൻ്റെ പേര് ഒന്ന് കൊടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ ബോണ്ടഡ് ആയിട്ടുള്ള ഫോണ്ട്. അതായത് ആൻഡ്രോയിഡിൽ കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് കറൻറ്റ്ലി അറിയില്ല, പക്ഷേ ഈ ഒരു ആപ്പിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതും കൂടി ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ iOSൽ കിട്ടുന്ന ഒരു ടൈപ്പ് ഫോണ്ടാണ്. അത് നിങ്ങൾക്ക് ആൻഡ്രോയിഡിലൂടെ കിട്ടുന്നുണ്ട്. പിന്നെ അതുമാതിരി ഈ ഒരു ഫോണ്ടും നമ്മുടെ iOSൽ കിട്ടുന്നൊരു ഫോണ്ടാണ്. നിങ്ങൾക്ക് ഇതിവിടെ ആൻഡ്രോയിഡിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ പ്രിവ്യൂ കാണാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം ഏതൊക്കെ ടൈപ്പ് ഫോണ്ടുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ഹൈലൈറ്റ് ആയിട്ട് നമ്മുടെ iOS ഇൻസ്റ്റാഗ്രാമിൽ നിൽക്കുന്നതും. അപ്പോൾ അതേമാതിരി ടൈപ്പ് റൈറ്റിംഗ് പറഞ്ഞിട്ടൊരു ഈ ഫോണ്ടും കൂടിയാണ് നമ്മുടെ iOS ഇൻസ്റ്റാഗ്രാമിലത്തെ ഏറ്റവും മെയിനായിട്ട് കളിക്കുന്ന ഫോണ്ടുകൾ പറയുമ്പോൾ ഈ ടൈപ്പ് ഈ 3 ഫോണ്ടുകളാണ് മെയിനായിട്ട് നമ്മുടെ ഈ iOS യൂസേഴ്സിൻ്റെ ഇടയിൽ നമ്മൾ കാണുന്നതും ആ ഒരു സ്റ്റോറിയിലൊക്കെ നമ്മൾ നോക്കാച്ച് നമുക്ക് കാണാൻ പറ്റുന്നതും. നമുക്കിതിൽ ഇമോജീസ് അങ്ങനെ സെറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇമോജി അങ്ങനെ ഓപ്പൺ ചെയ്യാം, അതായത് ഇമോജി അതിനെ വർക്ക് ചെയ്യാൻ ജസ്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇമോജി എടുക്കാനായിട്ട് മുന്നേ നമ്മുടെ ഹോം പേജിലേക്ക് വരിക. അതിനുശേഷം ഇവിടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുകയെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റൻറ്റർ സെറ്റിംഗ്സ് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡെവലപ്പർ മോഡ് പറഞ്ഞൊരു ഓപ്ഷൻ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇതാണ് ഡെവലപ്പർ മോഡ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തതിന് ശേഷം ഗെറ്റ് മൊബൈൽ കോൺഫിഗ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതും കൂടി ഒന്ന് സെറ്റ് ചെയ്ത ശേഷം അപ്ഡേറ്റ് വരും. നമ്മളിവിടെ ഗെറ്റ് മൊബൈൽ കോൺഫിഗ് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ അപ്ഡേറ്റ് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വരും. ജസ്റ്റ് നിങ്ങൾ ആ ക്ലിക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന മാതിരിയാണ് പിന്നത്തെ സ്റ്റെപ്പ് എടുക്കുമ്പോൾ വരിക. അപ്പോൾ നിങ്ങൾ ആ കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇവിടെ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് വരും, ജസ്റ്റ് അപ്ഡേറ്റ് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ബാക്ക് വരാം. നെക്സ്റ്റ് നമ്മുടെ ഹോം പേജിൽ വന്നിട്ട് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും മോഡിഫൈ ക്വിക്ക് എക്സ്പെരിമെൻറ്റ് സെറ്റിംഗ്സ് പറഞ്ഞൊരു ഓപ്ഷൻ. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ അടിയിലേക്ക് പോവാച്ചെങ്കിൽ മൈഗ്രേറ്റ് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് നമുക്ക് തന്നെ പോയി നോക്കാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും കൊണ്ടോ ആൻഡ്രോയിഡ് ഇമോജി അണ്ടിൽ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഇവിടെ കയറിയിട്ട് 0 കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക. അതിനുശേഷം നമ്മുടെ ഹോം പേജ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്തായാലും ഇമോജീസ് ഒന്ന് വർക്ക് ആവുണ്ടോ നോക്കാം. അപ്പോൾ നിങ്ങളിൽ ഏതാണെന്നുള്ളത് ജസ്റ്റ് വേണ്ട. അപ്പോൾ വർക്ക് ആവുണ്ട് ഫസ്റ്റത്തെ ഈ 2 ഫോണ്ടിൽ മാത്രമാണ് നമ്മുടെ ഇമോജി വർക്ക് ആവുള്ളൂ. വേണ്ട ഇതും ഇതിൽ മാത്രമാണ് ഇമോജി വർക്ക് ആവുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനും അതിൻ്റെ കുറച്ച് ഓപ്ഷൻസൊക്കെ വരും, നിങ്ങളത് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇമോജി സെക്ഷനിൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. അപ്പോൾ ഏത് ഇമോജി വേണം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ iOSത്തെ അതൊക്കെ കൂടെ ഡൗൺലോഡ് ആക്കിയിടാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ കറൻ്റ്ലി നിങ്ങളുടെ കയ്യിലുള്ള iOS ഇമോജീസ് ഏതാണോ ജസ്റ്റ് അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇമോജിയുടെ ഒരു സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. നമുക്ക് iOSൻ്റെ ടൈമർ എങ്ങനെ ആഡ് ചെയ്യാം, അത് റീൽസ് ഇടുമ്പോൾ ടൈമർ എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. നമ്മുടെ ഹോം പേജിൽ ലോങ് പ്രസ് ചെയ്യുക.
മോഡിഫൈ ക്വിക്ക് എക്സ്പീരിയൻസ് സെറ്റിങ്സിൽ പോയിട്ട് ക്ലിപ്സ് ബ്രാൻഡിങ് എന്ന് സെർച്ച് ചെയ്യാം കേട്ടോ. ക്ലിപ്സ് ബ്രാൻഡിങ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. ക്ലിപ്സ് ആൻഡ് ബ്രാൻഡിങ് വന്നിട്ട് ജസ്റ്റ് ഒന്ന് എനേബിൾ ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് ഫുൾ എനേബിൾ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട സ്റ്റോറി അത് ജസ്റ്റ് ഒന്ന് വരിക, ഒന്ന് ആപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക, വീണ്ടും കയറുക, സ്റ്റോറി ഇട്ട് വെക്കുക. ഓക്കെ, ഇപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ച് കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ ടൈമർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ കർവ് വന്നിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ കർവ് വരെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ കർവ്ഡ് പാക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ട് കർവ് വരുത്താം. അതല്ല നിങ്ങളുടെ കയ്യിൽ കർവ്ഡ് പാക്കുകൾ ഇല്ലെങ്കിൽ നമ്മുടെ മുന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പൈക്കാർഡിൽ കിടക്കുന്നുണ്ടാവും. ഒരു 130ഓളം ഫ്രീ കർവ്ഡ് പാക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ അതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഐക്കാർഡിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം വീഡിയോയുടെ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്താൽ മതി. നമുക്ക് കർവ്ഡോളൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഈ ഒരു തീമിനനുസരിച്ചുള്ള ഒരു കർവ്ഡ് പാക്കാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അതിന് മുന്നേ നമ്മുടെ വീഡിയോയുടെ സൈസും അതേമാതിരി സ്റ്റോറിയുടെ സൈസും കുറച്ചൊന്ന് വലുതാക്കണം, എന്നാലാണ് കർവ് ഇടുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ഒരു ഇത് കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും കർവ് ഒന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് കറക്റ്റ് ഫിക്സ്. ഇപ്പോൾ ഗൈസ് നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും iOSൽ എങ്ങനെയാണോ നമ്മളൊരു സ്റ്റോറി ഇടുക, അപ്പോൾ ആ ഒരു ടൈപ്പായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ സ്ക്രീനിലൂടെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളിപ്പോൾ എങ്ങനെയാണ് നമ്മുടെ iOSൽ ഒരു സ്റ്റോറി ഇടുമ്പോൾ കറക്റ്റ് എങ്ങനെയാണ് കിട്ടുക, ആ ഒരു ടൈപ്പിലായിട്ട് തന്നെ നമുക്കിവിടെ സ്റ്റോറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റീൽസിൽ ചെയ്യാനുള്ള ഒരു മെത്തേഡ് പറഞ്ഞത്. ഇനി നമുക്കിത് അപ്പോൾ ഗൈസ് ഇനി നമ്മൾ എനേബിൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നോട്ടുകൾ നമുക്കിപ്പോൾ ഇവിടെ സ്ക്രീനിൽ അപ്പോൾ മെസ്സേജിലൂടെ നോട്ട് വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടാനാണ് ഇതിൽ ഞാൻ ജസ്റ്റ് എനിക്ക് കാണിച്ചു തരാം. ശേഷം നേരത്തെ മാതിരി ക്വിക്ക് ആൻഡ് മോഡിഫൈ അതിൽ തന്നെ എടുത്തതിന് ശേഷം ഇവിടെ നോട്ട് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആൻഡ്രോയിഡ് നോട്ട് എന്നൊരു ഓപ്ഷൻ. ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക, ഓക്കെ കൊടുക്കുക. അതിന് ശേഷം നിങ്ങളുടെ ഫോളോവേഴ്സ് ലിസ്റ്റിൽ നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിവിടെ വരും. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതുകൊണ്ടോ ഈ നോട്ടുകൾ കണ്ടോ, അതേമാതിരി നോട്ടുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ടുകൾ എനേബിൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞ കണ്ടൻറ്റുകൾ എന്തൊക്കെ വെച്ചാൽ ഒന്ന് iOS ഫോണ്ടും പിന്നെ iOSൻ്റെ ഇമോജീസും പിന്നെ ഇമാതിരി റീൽസിൽ കറക്റ്റ് നമുക്ക് എങ്ങനെ ഐഫോണിൽ ഇടുന്ന മാതിരി ഇടാൻ പറ്റും. പിന്നെ ഇത് നോട്ട് എങ്ങനെ എനേബിൾ ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാകുന്നത്. പിന്നെ ഹിഡൻ മെൻഷൻസ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ നമുക്ക് എങ്ങനെ ജസ്റ്റ് നോക്കാം. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ ഒരു ടൈപ്പിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇതേമാതിരത്തെ 3 ഓപ്ഷൻസ് വരും. ജസ്റ്റ് ഈ 3ഉം ഒന്ന് എനേബിൾ ആക്കി കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം അതല്ല നിങ്ങൾ കറക്റ്റ് സ്കിപ്പ് അടിച്ച് പോകാച്ചെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ കാണിച്ചു തരാം. ജസ്റ്റ് ഇപ്പോൾ ഈ സ്റ്റോറിൽ ഞാൻ മെൻഷൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വരും കണ്ട C1 ഓക്കെ C1 എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ഒരു അക്കൗണ്ടിലേക്കാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. അതടക്കം നമുക്കിവിടെ കാണാൻ പറ്റും. ഇതൊരു അടിപൊളി ഫീച്ചറാണ്. അത് iOS ഉള്ളതല്ല, ബട്ട് ഇതെല്ലാവർക്കും യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ മാതിരി 1K ലൈക്കാണ് നമ്മൾ ടാർഗറ്റ്. ഇത് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഇതിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്നുണ്ടാവും. ബട്ട് ഈ ലിങ്ക് ഞാൻ ഡയറക്റ്റ് കൊടുക്കുക നമ്മുടെ ടെലഗ്രാമിൽ നിന്നാണ്. ടെലഗ്രാമിലത്തെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് അങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണാച്ചെങ്കിൽ ഒരു പാസ്വേഡും കിട്ടിയിട്ടുണ്ടാവും. ആ പാസ്വേഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.